കുറച്ച് പേർക്ക് ജോയിൻ ആയി തുടങ്ങിയിട്ടുണ്ട്. യെസ്. ഇയോള മോളെ ഹലോ. DM ചെക്ക് ചെയ്യണേ. ചെക്ക് ചെയ്യാം. ഹായ് ജാനു, ഓർമ്മയുണ്ടോ എന്നെ? ഇല്ല, സോറി, അറിയില്ല. ഇൻബോക്സും മെസ്സേജ് നോക്കൂലേ? മെസ്സേജ് നോക്കാറുണ്ട്, ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. സോ ഇതിൽ ഏതാണ് ജെനുവിൻ ഏതാണ് ഫേക്ക് എന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ, സോറി. ജാനു, ഞാൻ റാം. ഓക്കെ, നൈസ് ലോക്കറ്റ്, താങ്ക് യു. ഹലോ. ആ ശരി ശരി. ആ വെൻ ഈസ് നെക്സ്റ്റ് ഫോട്ടോഷൂട്ട്? നെക്സ്റ്റ് 1-2 ഫോട്ടോഷൂട്ട് പ്ലാൻഡ് ആണ്. ഇപ്പം ചെയ്തത് ഇപ്പോൾ 2 days ആയിട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്തതൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് സെക്ഷൻസ് വരാനുണ്ട്. അമ്മ, ഞാൻ വിളിച്ചാൽ മതിയോ? ഞാൻ ലൈവ്. പുതിയ പിക്, താങ്ക് യു. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിൻ്റെ കുറച്ച് സെക്ഷൻസും കൂടി ഇനി വരാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞതിൻ്റെ ഒരു ആവശ്യത്തിൽ ഫസ്റ്റ് ഒരു ഫോട്ടോ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തന്നതാണ്. അല്ലു അർജുൻ്റെ കൂടെ ഉള്ളൊരു പടം അതൊരു കുത്താണെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു. യു ആർ സോ മാർവലസ്. നെക്സ്റ്റ് മലയാളം മൂവിയും പ്രോജക്ട്സ് 1-2 എണ്ണം ഡിസ്കഷൻ ആണ്. ആക്ച്വലി ഇപ്പോൾ കൊറോണയുടെ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. 1-2 എണ്ണം ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ഡിസ്കഷനിലുണ്ട്. എന്താണ്, ദൈവം സഹായിച്ചാൽ അങ്ങനെ. നൗ എവിടെയാണ്? ഞാനിപ്പോൾ കൊച്ചിനിലാണ്. പ്രോപ്പർ ട്രിവാൻഡ്രമാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ബിക്കിനി ഷൂട്ട്. ആക്ച്വലി ഞാൻ ബിക്കിനി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ സെക്ഷനിൽ തന്നെ അതും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. ഉടനെ തന്നെ ഫോട്ടോസ് വരുന്നതായിരിക്കും. ചേച്ചിക്ക് എത്ര ഏജ് ഉണ്ട്? ഐ ആം 25 ആയിട്ടില്ല, ആകാൻ പോകും. ഇനിയും വേണം മൂവീസ്. മൂവീസ് വേണം, ഓഫ് കോഴ്സ്. ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മിസ് ചെയ്തതൊക്കെ എനിക്ക് എൻ്റെ കരിയറിന് വേണ്ടിയിട്ടാണ്. എനിക്ക് മൂവീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. സോ എന്നെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ചേച്ചി പൊള്ളിയാണ്. ഷാലോ ഫ്യൂവി. മോൻ്റെ കമൻസ് ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ട്രിവാൻഡ്രമോർ, വെഞ്ഞാറമൂട്. എൻ്റെ പ്രോപ്പർ ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂട്ടിലാണ് ആ സ്ഥലം. വെള്ളുമനടി എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. യു ആർ സോ അട്രാക്റ്റീവ് ടുഡേ. ആണോ? താങ്ക് യു. ഫാമിലി ആരൊക്കെ ഉണ്ട്? എല്ലാവരും സേഫാണ്. ഫാമിലി, എൻ്റെ സിസ്റ്റർ ഉണ്ട് വീട്ടിലിപ്പോൾ. സിസ്റ്റർ ഉണ്ട്, അമ്മയുണ്ട്, പിന്നെ എൻ്റെ അമ്മമ്മ ഉണ്ട്. അവരൊക്കെ സേഫാണ്. ഞാനിപ്പോൾ ഇടയ്ക്ക് 2 ദിവസം മുന്നേ വീട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അവരൊക്കെ സേഫായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. ലുക്സ് സോ പൊളി ചേച്ചി. ഓ, താങ്ക് യു. കുറേ പേര്
എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻബോക്സ് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആക്ച്വലി നോക്കാറുണ്ട്. ബട്ട് എനിക്കറിയില്ല ഏതാണ് ജെനുവിൻ. എനിക്ക് പിന്നെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറച്ച് ജെനുവിറ്റി തോന്നുന്നതാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാറുള്ളത്. ബിക്കോസ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ വരെ മെയിൽ അയച്ച് ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ഏതാണ് ജെനുവിൻ അല്ലാത്തത് എന്ന് അറിയില്ല. സോ എന്നെ കൊണ്ട് ചിലതൊക്കെ ഞാൻ എന്താണ് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. നല്ല നല്ല പ്രോജക്റ്റ് വരട്ടെ, എല്ലാം ശരിയാകണ്ട, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ. യാ ഷുവർ, അതുണ്ടാവണം. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല. ആക്ച്വലി ഇതെൻ്റെ നാച്ചുറൽ ഹെയർ ആണ്. എൻ്റെ മുന്നേ എൻ്റെ കോളേജിലൊക്കെ പഠിച്ചിരുന്നവർക്കൊക്കെ അറിയാമായിരിക്കും എനിക്ക് സ്ട്രെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നതായിരുന്നു. ഇതെൻ്റെ നാച്ചുറലാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കളർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് സമാധാനമായിട്ട് ഒന്നും ചെയ്യണ്ട. എനിക്ക് പിന്നെ ഈ പാർലറിൽ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്യുന്ന ഞാൻ അങ്ങനെ പറയുന്നതല്ല. ആക്ച്വലി ഞാൻ പാർലറിൽ പോകുന്നത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അങ്ങനെ ഹെയർ സ്പായോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. സോ അതുകൊണ്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് എൻ്റെ നാച്ചുറൽ ഹെയർ തന്നെയാണ്. സിനാറുമോനെ ലവ് യു ടുഡ. ആതിര ചേച്ചി വീട്ടിലാണ്. ഇറ്റ്സ് എ കോഫി ഓർ ടീ? ഇറ്റ്സ് എ ഗ്രീൻ ടീ. വേറെ കട്ടയ്ക്ക് ഡയറ്റിംഗ് പ്ലാൻസ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല, മടിയാണ്. ബട്ട് ഓരോ ദിവസം ഒരു 2 ഗ്രീൻ ടീ ഒക്കെ കുടിക്കും, അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി. അറിഞ്ഞപ്പോൾ വണ്ടർ അടിച്ചു പോയി. പോളി ഒന്നും പറയാനില്ല. ചങ്സ് ഇപ്പം ഇറങ്ങിയിട്ടൊരു 3-4 വർഷം ആവുമെന്ന് തോന്നുന്നു. ആയുള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും തമ്മിൽ ശരിക്കും മാറ്റങ്ങളുണ്ട്. ഹലോ, എടാ ഞാൻ വിളിച്ചാൽ മതി. ഞാൻ ലൈവിലായിരുന്നു ഇൻസ്റ്റയിൽ. ഓക്കെ. ചരട് കയ്യിൽ. ഞാൻ ശരിക്കും ഒരു വില്ലേജ് വുമൺ ആണ് ആക്ച്വലി. ബിക്കോസ് ഇപ്പോഴും വീട്ടിൽ പോയാലും ഞാൻ എൻ്റെ അമ്മയുടെ നൈറ്റിയൊക്കെ ഇട്ട് നടക്കുന്നതാണ്. കാരണം അങ്ങനെ ഒരാളാണ് ഞാൻ പൊതുവെ. പിന്നെ ഞാൻ എൻ്റെ ഷൂട്ടൊക്കെ ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷൻ, എൻ്റെ കരിയർ, അതിനെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ കുറേ സദാചാര ആങ്ങളമാരും ഒക്കെ വന്നു മെസ്സേജ് അയക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ശരിക്കും നാടനായിരുന്ന ഒരാളാണ്. പിന്നെ ഞാൻ എൻ്റെ പ്രായം കൂടുന്തോറും എനിക്ക് കിട്ടിയ ലൈഫിലെ എക്സ്പീരിയൻസ്, ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാർ, കാരണം ഞാൻ ഒറ്റയ്ക്ക് ആക്ച്വലി ഒരു 19 ഒക്കെ ആയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ആണ് കൊച്ചിയിൽ വന്ന് എൻ്റെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ ഇങ്ങനെ അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്യുന്ന കാര്യങ്ങളാണ് മോഡലിംഗ് ആയിരുന്നാലും ആക്ടിങ് ആയിരുന്നാലും. ആ സമയത്തൊക്കെ എനിക്ക് മോഡലിംഗ് വലിയ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. എനിക്ക് ആക്ടിങ് ആയിരുന്നു ഞാൻ ഭയങ്കര കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ സീരിയലായി, പിന്നെ കുറച്ച് അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അതിന്നൊരു ഗ്യാപ്പ് എടുക്കണം, എനിക്ക് സിനിമ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. ലാസ്റ്റ് ലെവൽ ഓഫ് ട്രൈയിങ് ആണ്. അപ്പോൾ അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പെർഫെക്റ്റ് ആണെന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ എൻ്റെ മൈൻഡ് സെറ്റ് ആയിരുന്നാലും ഒക്കെ ഞാൻ സെറ്റ് ചെയ്തു. അതിന് പുറത്ത് ആര് എന്ത് പറയുന്നു അതൊന്നും എൻ്റെ കൺസേൺ അല്ല. കാരണം ബിക്കോസ് എന്നെ ട്രെയിൻ ചെയ്തത് ഞാൻ തന്നെയാണ്. എനിക്ക് കിട്ടിയ എൻ്റെ എക്സ്പീരിയൻസ് കാരണമാണ് ഞാൻ ട്രെയിൻഡ് ആയത്. ഒരുപാട് എക്സ്പീരിയൻസ്, ലൈഫിലെ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എനിക്ക് ഒരിക്കലും ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല ഇതുവരെ. കാരണം ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അപ്പോൾ അതിന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എടുത്തു, മൈൻഡ് കുറച്ച് സെറ്റാക്കി. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എത്രയെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ കൈ മുറിഞ്ഞാൽ എനിക്കായിരിക്കും കൂടുതൽ വേദനിക്കുക. കണ്ടു നിൽക്കുന്ന ഒരാൾക്കും അത്ര വേദന ഉണ്ടാവില്ല. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കുറച്ച് മൈൻഡൊക്കെ കുറച്ച് ചേഞ്ചായി. ദാറ്റ്സ് ഇറ്റ്. ചേച്ചിയുടെ പിക്സ് എല്ലാം എനിക്ക് ഇഷ്ടം. ഫ്യൂച്ചർ പ്രൊജക്റ്റ് ചെയ്തിട്ട് ചേച്ചി എന്നെ വിളിക്കണ്ട യങ്ങാണ്. എന്ത് വേണം വിളിച്ചോ, എനിക്ക് ഒരു പ്രശ്നമില്ല. തെറി വിളിച്ചാൽ പോലും
എന്നെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ ആ സൈഡിൽ കൂടി പോയിക്കോട്ടെ. എനിക്ക് ആരുടെ ഗുണത്തിനും വരുന്നില്ല, ദോഷത്തിനും വരുന്നില്ല. എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. നിങ്ങൾ പറയോ കമന്റ് ചെയ്യോ എന്ത് വേണോ ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് മൂവി ഓക്കെ ആയാലും എനിക്ക് എന്താ തരുന്നത്? ഓ ചേച്ചിയുടെ അടുത്ത ഫോട്ടോ ഫോട്ടോഷൂട്ട് ഉണ്ടോ? എന്താ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ചോദിച്ചതാണെങ്കിലും ബിക്കിനി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഫോട്ടോഷൂട്ടിൽ ഇൻക്ലൂഡ് ആയിരുന്നു, ബിക്കിനി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹായ് ജാനു, റോസ്. കൊളാബ് ഷൂട്ട് എൻ്റെ കുറച്ച് എന്ന് വെച്ചാൽ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രം ആണ് ഞാനൊരു കൊളാബ് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആളിന് ചെയ്താൽ പിന്നെ അത് ഇങ്ങനെ എല്ലാവർക്കും ചെയ്യേണ്ടി വരും. കാരണം എൻ്റെ പ്രൊഫഷനും എൻ്റെ ചോറും ഇത് തന്നെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം കൊളാബ് ചെയ്താൽ എനിക്ക് കുറേ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പൈസ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. എൻ്റെ അഹങ്കാരമായിട്ടൊന്നും കാണരുത്. എനിക്ക് കൊളാബ് ചെയ്യാൻ അതുകൊണ്ട് എൻ്റെ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ 1-2 പേരുമായിട്ടൊക്കെ കൊളാബ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് കൊളാബ് ചെയ്യാൻ ഓക്കെ അല്ല. ഞാൻ ക്യൂട്ട് ബ്ലാക്ക് മാർക്ക് ഇൻ യുവർ ഫേസ്. ചേട്ടാ ഞാൻ വിളിച്ചാൽ മതിയോ? ആ ശരി. TVM എവിടെയാ? എത്ര ഫോണുണ്ട്? എനിക്ക് 2 ഫോണുണ്ട്. നാടൻ കുട്ടിയാണല്ലേ? യെസ് ഓഫ് കോഴ്സ്. ഇതെൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, എനിക്ക് എൻ്റെ അമ്മ കെട്ടിത്തന്ന ചരടാണ്. അപ്പം എനിക്ക് ഷൂട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഊരി വയ്ക്കും. അല്ലാത്ത സമയത്തൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്കും എന്ന് വെച്ചാൽ എനിക്ക് ഞാനിങ്ങനെ ഭയങ്കര വിശ്വാസി അങ്ങനെയൊന്നും അല്ല. അവരുടെ സന്തോഷം. വെഞ്ഞാറമൂടാണോ ഇപ്പോൾ? അല്ലല്ല. എല്ലാം ശരിയാവും. ബിലീവ് യുവർ സെൽഫ്, ഹാർഡ് വർക്ക് എല്ലാം ഓക്കെയാവും. യെസ്, കാരണം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി എല്ലാത്തിനും 2 ഫേസസ് ഉണ്ടാവുമല്ലോ. അതിൽ പോസിറ്റീവ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. സോ അതുകൊണ്ടിട്ട് എനിക്കും എന്നിൽ വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. ജിഫാസ് ഡു സ്വിം സ്യൂട്ട് ഷൂട്ട്, ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ. മെഡിക്കൽ ഷോപ്പിലൊന്നും പോയില്ലേന്നോ? കൽക്കി മീഡിയ മെസ്സേജ് ഒന്ന് നോക്കണേ. യെസ് ചേച്ചി. ചോറ് മീൻസ് ഫുഡ്. ശ്രീജ ചേച്ചി, നമ്മളൊരു ഷൂട്ട് ഒരുമിച്ച് ചെയ്ത ആ ചേച്ചിയാണോ? ലോങ് ഹെയർ അല്ലേ എന്ന് ചോദിച്ചാൽ ഇത് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹിപ്പോളും ഇങ്ങനെ കിടക്കും. അല്ലാത്ത ടൈമിൽ ഇങ്ങനെ ഇത് കേൾസ് ആയതുകൊണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും. കൃഷി ചേട്ടാ ഹായ്. ലേറ്റസ്റ്റ് പിക്ക് കിഡു ലുക്ക്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ലൈവ് വരാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. തമിഴ് അറിയുമോ? തമിഴിൽ എനിക്ക് കൊഞ്ചം വെഞ്ഞാറമൂടാണുള്ളത്. അല്ല, ഞാനിപ്പോൾ കൊച്ചിനിലാണുള്ളത് ആക്ച്വലി.
റീൽസ് പൊളിച്ചു, താങ്ക് യു. റീൽസ് കിട്ടും. നാട് എവിടെയാണ്? അതിൻ്റെ പ്രോപ്പർ പ്ലേസ് ട്രിവാൻഡ്രമാണ്. ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലാണ്. ടീ ഓർ കോഫി? എനിക്ക് ഏതായിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ ഇത് രണ്ടുമല്ല, ഇത് ഗ്രീൻ ടീ ആണ്. ഷാലൂഫ് യു വി. നാടോടിനൊത്തൊക്കെ മോനെ കളിച്ചിട്ടുണ്ട്, അതാ പ്രായത്തിൽ. ഒരു ടൈമിൽ നാടോടിനൊത്തവും സംഗമനത്വവും എല്ലാം കളിച്ചിട്ടുണ്ട്. എന്തുണ്ട് വിശേഷം? ഫോട്ടോ ഷൂട്ട് തകർത്തു. കൃഷിച്ചേട്ട സുഖം. എവിടെയാണ്? ആരും ചേച്ചീനെ വിളിക്കല്ലേ? വിളിച്ചോട്ടെ. ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഹോഴ്സിൻ്റെ കൂടെ ഫോട്ടോഷൂട്ടിന് പറഞ്ഞു. മൈ ഫേവറേറ്റ് ആക്ടർ ഇൻ തമിഴ് விஜய் சேதுபதி. விஜய் சேதுபதினா எனக்கு ரொம்ப பிடிக்கும். அவங்களும் ரொம்ப ஸ்ட்ரகிள் பண்ணி தானே வந்தது. ஸோ அந்த மாதிரி ஸோ அதனால எனக்கு ரொம்ப பிடிக்கும் அவங்க. அப்போ எனக்கும் தெரியும், நானும் ட்ரை பண்ண போது அதில் எத்ததில் கஷ்டம் எவ்வளோ இருக்குது. எனக்கு என்ன சொல்கிறது, ரிக்ரெட் வந்திருக்கு. அப்புறம் வேண்டாம் அது விட்டல அப்படி தோணிருக்கு, ஃப்ரஸ்ட்ரேட்டட் ஆகிருக்கு. அப்போ அந்த அளவில் அப்புறம் அவங்க சாதிச்சாங்க, அது பெரிய விஷயம்தான். ஸோ அதனால எனக்கு அவங்கள ரொம்ப பிடிக்கும் ஆக்சுவலாக. എനിക്ക് ചേച്ചിയുടെ വെഞ്ഞാറമൂടിലെ വീടറിയാം. ഓക്കെ. എക്സാമിനെ പറ്റി 2 വാക്ക്. എക്സാമോ? ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, പിന്നെ ഏവിയേഷൻ ഡിപ്ലോമ ചെയ്തു. എനിക്കിനി പഠിക്കണ്ട. നിൻ്റെ ഫിറ്റ്നസ് നോക്കണം. തീർച്ചയായിട്ടും നല്ല പാഠങ്ങൾ കിട്ടട്ടെ. ഇപ്പോൾ വിത്ത് മേക്കപ്പ് ആണോ വിത്തൗട്ട് മേക്കപ്പ് ആണോ? ഇപ്പോൾ വിത്തൗട്ട് മേക്കപ്പ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്, വേറൊന്നുമില്ല. ഈ ഡ്രസ്സിൽ ലൈവ് വരുന്നുണ്ടായിരുന്നു. വെഞ്ഞാറമൂടാണോ വീട്? അതെ. ഫേവറേറ്റ് മോട്ടിവേഷൻ വേർഡ്സ് അങ്ങനെ ഫേവറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടത് നല്ലതെന്ന് തോന്നിയത് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നല്ല എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഉൾക്കൊള്ളാം. ഞാൻ അതിന് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് ആക്ച്വലി. പലരുടെ ഇൻ്റർവ്യൂസും ഒക്കെ കാണുമ്പോഴായിരുന്നാലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ചില തോട്ട്സുകൾ വായിക്കുമ്പോഴായിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഞാനും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. നെക്സ്റ്റ് മന്ത് നാട്ടിൽ വരും. ഓക്കെ. ചേച്ചി ഹോം എവിടെ? കിടു ഹെയർ സ്റ്റൈൽ ഇരുന്നു, മെസ്സേജ് ചെയ്തിരുന്നു. ആണോ? അയ്യോ ഓർമ്മയില്ല കേട്ടോ. യുവർ കോൾസ് ആർ ടു ഗുഡ്. താങ്ക് യു. ചേച്ചിയുടെ വീട്ടിനടുത്ത് തന്നെ എൻ്റെ വീട്. എവിടെയാണ്? If you got time machine now, what are you going to do with that? അങ്ങനെ ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഞാനിപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും സന്തോഷിച്ച കുറച്ച് സമയമായിരുന്നു. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഓക്കെ ആയിരുന്ന ഒരു ടൈമായിരുന്നു. ആ സമയം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അതായിരിക്കും എൻ്റെ വിഷ്. വിച്ച് കളർ ഡ്രസ് യുവർ ഫേവറേറ്റ്? എനിക്ക് അങ്ങനെ ഫേവറേറ്റ് കളർ എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാവിധ കളറുകളോടും ഇഷ്ടമാണ്. സാരമില്ല, സെലിബ്രിറ്റി അല്ലേ. ഓ മേലെ കുറ്റിമൂട്. ഓ മേലെ കുറ്റിമൂട് അവിടെയാണോ? അപ്പം നമ്മൾ അയൽക്കാരാണല്ലോ.
didn't say anything about our shoot. Our shoot? ജ്യൂസ് ചായ കുടിച്ചു. ചായ ഇല്ല, തറയിൽ ഇരുന്നിട്ട് ഗ്രീൻ ടീ കുടിച്ചു. എന്താ ചേച്ചി ആംബുലൻസിൻ്റെ സൗണ്ടൊക്കെ? ഒരു പാവപ്പെട്ടവൻ പ്രപ്പോസ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യും? തൽക്കാലം അങ്ങനെ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റ്സിനോടും താല്പര്യമില്ല. ചില്ലാണ് ഇപ്പോൾ, കൂളായിട്ട് പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഹാപ്പി ഹാപ്പി ഹാപ്പി. എനിക്കൊരു ഗോളുണ്ട്, എൻ്റെ മാക്സിമം ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റ്സുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല. കല്യാണം കഴിക്കാനും ഞാനിതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി കുറേ കാലമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ തോന്നുമെന്നറിയില്ല. ഇപ്പോഴെനിക്ക് അങ്ങനെ യാതൊരു ഇഷ്ടവുമില്ല. ഈശ്വര, ഞാനൊരു ഫെമിനിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഉണ്ടക്കള്ളി. ജയ് ഹനുമാൻ എന്നെ പോലെ. ഓ നൈസ്. ബോറായി. ഇതുവരെ ഗ്രീൻ ടീ കഴിഞ്ഞില്ലേ? ഇല്ല, ഇത് ഗ്രീൻ ടീ സൺസെറ്റ് വ്യൂ ബാൽക്കണി ലൈവ് അതിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ്. ക്രിസ്ത്യൻ്റെ നല്ലോണം അറിയായിരിക്കും അല്ലേ? സിംഗിൾ ആൻഡ് പവർഫുൾ. യെസ്, സീരിയസ്ലി യു ആർ ലുക്കിംഗ് ഓസം. ന്യൂ മൂവി ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഡിസ്കഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒന്നും അങ്ങോട്ട് ഒന്ന് രണ്ടെണ്ണം കൺഫേംഡ് ആണ്. പക്ഷെ ഷൂട്ട് തുടങ്ങിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് എന്തെങ്ങനെയാവുമെന്നൊന്നും അറിയാൻ പറ്റില്ല. വേറെ എന്തേലും ഉണ്ടോ മനസ്സിൽ? വേറെ എന്ന് പറഞ്ഞാൽ വേറെന്താ? വേറെ അങ്ങനെ വലിയ അങ്ങനത്തെ ഒന്നുമില്ല. ഓ, ഈ കണ്ണൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, ഓക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അല്ലാണ്ട് പറഞ്ഞതല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടുന്നില്ല. ഞാനൊന്ന് പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, സിംഗിൾ വേണ്ട. പ്ലീസ് സേ മൈ നൈം. സിത്താര നസർ ഹുസൈൻ. കൊള്ളാലോ, നൈസ് നെയിം. സുന്ദരി കുട്ടിയാണല്ലോ, അടിപൊളി ഹെയർ സ്റ്റൈൽ. താങ്ക് യു. ഇൻബോക്സ് ഇടാം, ടൈം പോലെ നോക്ക് ചാനൽ. ഓക്കെ, സെലിബ്രിറ്റി ലൈഫാണോ നോർമൽ ലൈഫാണോ ബെറ്റർ? അങ്ങനെയല്ല, സെലിബ്രിറ്റി ലൈഫാണെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ കിട്ടുന്ന ഫെയിമും എന്തായിരുന്നാലും അതും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രൊഫഷൻ വേറെ, എൻ്റെ നോർമൽ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ ഒരു ഫോട്ടോ കണ്ടാലോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബിക്കോസ് എൻ്റെ കൂടെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കറിയാം എന്താണ് ഞാനെന്ന്. ഞാൻ രണ്ടും രണ്ട് രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. പേഴ്സണലായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എല്ലാവർക്കും ഓരോ പ്രൊഫഷനോട് ഇഷ്ടമായിരിക്കും. അതുപോലെ എനിക്കിഷ്ടമാണ്, എനിക്ക് അഭിനയം ഇഷ്ടമാണ്, മോഡലിംഗ് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെ എടുത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വെച്ചിട്ട് എപ്പോഴും ഞാൻ ആ ഒരു ഇതിൽ തന്നെ നടക്കുമൊന്നുമില്ല. ഞാൻ എനിക്ക് കൂളായിട്ട് സിമ്പിളായിട്ട് എപ്പോഴും ഇരിക്കാനാണ് ഇഷ്ടം. ഫേവറേറ്റ് ആക്ട്രസ്? എക്സ്പ്രഷൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫേവറേറ്റ് ആക്ട്രസ് പറയുമ്പോൾ എനിക്ക് നയൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. ടാറ്റു ഇഷ്ടമാണോ? ടാറ്റു ഇഷ്ടമാണ്, എനിക്ക് ടാറ്റു ഉണ്ട്. ഞാനൊന്നും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടാറ്റു കൂടി ചെയ്യണം എന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടിട്ട് ചെയ്യാൻ പറ്റില്ല. ആരാന്നോ?
പുതിയ പോസ്റ്റിൽ കുറേ എന്താ കമൻസും റെസ്പോൺസ് വന്നു. സോ അങ്ങനെ ആണ് ലൈവിൽ വന്നത്. ആരാ അവിടെ കരയുന്നത്? ഇത് ഫ്ലാറ്റാണ്. ഇവിടെ പല ഫ്ലാറ്റിലും പല ആൾക്കാരുമുണ്ട്. എനിക്ക് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആരാണെന്ന് പോലും എനിക്കറിയില്ല. ക്ലബ് ഹൗസിലില്ലേ? ക്ലബ് ഹൗസിലുണ്ട്, പക്ഷെ ഞാൻ കയറാറില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ, എൻ്റെ കാര്യങ്ങൾ. ഓക്കെ, യുവർ ഫേവറേറ്റ് പ്ലേസ് ഇൻ തമിഴ്നാട്? ആക്ച്വലി തമിഴ്നാട്ടിലെ என்னோட அம்மாவோட பேரண்ட்ஸ் இல்லை, பேரண்ட் இருந்தாங்க, அம்மா இருந்தாங்க. அப்போ இப்போ அவங்க ஊரில் வந்துட்டேன். அம்மாவோட சிஸ்டர் பிரதர்ஸ் அவங்க எல்லாம் சென்னையில் கசின்ஸ் இருக்காங்க. அப்புறம் தமிழ்நாட்டில் தஞ்சாவூர், சேலம், ஈரோடு அவங்க அந்த ஏரியாவில் எல்லாம் இருக்காங்க. எனக்கு தமிழ்நாட்டில் சேலம் ரொம்ப பிடிக்கும். அங்கே அங்கிளோட ஒய்ஃப் இருக்கா, ஆன்ட்டி இருக்கா. அப்போது நாங்கள் ரொம்ப ஃப்ரெண்ட்ஸ் மாதிரி. ஸோ அங்கே போகிறதுக்கு ரொம்ப பிடிக்கும். வேறு எங்கேயும் தஞ்சாவூர் போயிருந்தேன், அந்த பெரிய கோவில் அங்கெல்லாம் போயிருந்தேன். அப்புறம் திருப்பதி போயிருந்தேன். കുട്ടിരിച്ച. ഓ, വാക്സിൻ എടുത്തോ? ശരിക്കും അത് പ്ലേസാണ്. ശരിക്കും ഏത് പ്ലേസാണ്? സോറി, എൻ്റെ പ്രോപ്പർ പ്ലേസ് ട്രിവാൻഡ്രം. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലാണ്. യു ആർ ലുക്കിംഗ് ക്ലബ് ഹൗസ്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കമൻ്റ് ഇട്ടവൻ ക്ലബ് ഹൗസിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ മനസ്സിലായില്ല. ലാസ്റ്റ് ഇട്ട നല്ല പോസ്റ്റായിരുന്നു, ആറ്റിറ്റ്യൂഡ്. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ദെൻ ഓക്കെ, വീണ്ടും ഒരു ദിവസം ഇങ്ങനെ ലൈവിൽ വരാൻ പറ്റുകയാണെങ്കിൽ വരാം. ആക്ച്വലി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം ചാറ്റിങ് അതൊന്നും വലുതായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ട് ഇങ്ങനെ ലൈവിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഭയങ്കര ടോക്ടീവ് ആയിട്ടുള്ളൊരു ഗേളാണ്. എപ്പോഴും ഇനി എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സോ ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ ബൈ.